ഇന്ന് ഒരു സ്മാർട്ട് ടി വി വാങ്ങണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വാങ്ങുന്ന ആൾക്കൊരു നെഞ്ചിടിപ്പുണ്ടാക്കുന്ന കാര്യമുണ്ട്. കാരണം സ്മാർട്ട് ടി വികൾ 1-2 വർഷമൊക്കെയാണ് പരമാവധി വർക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഡിസ്പ്ലേ പോയിട്ടുണ്ടാവും. ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഏകദേശം ഒരു 70% പ്രൈസും അതിനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മാർട്ട് ടി വി എന്ന് പറയുമ്പോൾ ചങ്കിടിപ്പോടെയാണ് നമ്മളെല്ലാവരും വാങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്മാർട്ട് ടി വി വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് വില കുറഞ്ഞത്, വളരെ വലിയ സ്ക്രീൻ കിട്ടുന്നത്, അതുപോലെ പരമാവധി വാറണ്ടി കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മളിന്നിവിടെ പരിചയപ്പെടുന്ന ലിമോർ എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു സ്മാർട്ട് ടിവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25,000 രൂപയിൽ താഴെ മാത്രമാണ് ഇതിന് വില വരുന്നത്. ഇതിന് 3 വർഷം വാറണ്ടി ഉണ്ട്. 43 ഇഞ്ചിൻ്റെ ടി വിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതുകൂടാതെ 32 ഇഞ്ചിൻ്റെ ഉണ്ട്. ഇവർക്ക് 32 ഇഞ്ചിൻ്റെയും അതുപോലെ 43, 55 ഇങ്ങനെ പല രീതിയിലുള്ള ധാരാളം ടി വികളുണ്ട്. നിങ്ങളധികം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച്. ഏകദേശം 5 വർഷം മുന്നേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് അന്ന് ഇവർ പ്രൊമോഷൻ വന്നിരുന്നു. അപ്പോൾ കൊച്ചിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവിടെ സെയിൽസും സർവീസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കേരളത്തിലെല്ലായിടത്തും ഇവർ സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് എനിക്കിത് കേട്ട് പരിചയമില്ലാത്തൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ഞാനത് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഇവർ വന്നപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം 5 വർഷം ഒരു ബ്രാൻഡ് പിടിച്ച് വെക്കണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡായിരിക്കണം അല്ലേ? ഒന്നെങ്കിലും സർവീസെങ്കിലും മര്യാദ കൊടുക്കുന്നതായിരിക്കണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരിചയപ്പെടുത്തി കളയാമെന്ന് തോന്നി. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു ഡാഷ് ക്യാം പരിചയപ്പെടുത്തിയിരുന്നു. കാറിൽ വെക്കുന്ന ഡാഷ് ക്യാം. നമ്മൾ സാധാരണ ഡാഷ് ക്യാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ ഒരു സിം ഇട്ടുകൊണ്ട് അതിൽ വിഷ്വലുകൾ ലൈവായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ ലിമോറിന് ഇപ്പോൾ ഉണ്ട്. കാർ സ്റ്റീരിയോ ഉണ്ട്, അതുപോലെ തന്നെ കരോക്കെ സ്പീക്കറുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ ഇന്ന് ലിമോറിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പരിചയപ്പെടുത്തി കളയാമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ ഇതൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് ഗൂഗിൾ ടി വിയാണ്. ഇവർക്ക് 43 ഇഞ്ചിൻ്റെ തന്നെ ഇതുപോലത്തെ വെബ് വോയിസ് ഉള്ള ടി വികളുമുണ്ട്. അതുപോലെ പല വാറണ്ടി ഓപ്ഷൻ ഉള്ളതുണ്ട്. 1 വർഷം വാറണ്ടി ഉള്ളതുണ്ട്, 3 വർഷം വാറണ്ടി ഉള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണത്തിനോട് അനുബന്ധിച്ചിട്ടാണ് വരുന്ന 3 മാസക്കാലത്തേക്ക് 3 വർഷം വാറണ്ടി ഇവർ നൽകുന്നത്. അപ്പോൾ ഇതാണ് ലിമോറിൻ്റെ 43 ഇഞ്ചിൻ്റെ ടി വി. അത്യാവശ്യം കാണാൻ സ്ലിമ്മൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ബാക്ക് സൈഡൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക്കാണ്, മെറ്റലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ടി വിയുടെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് കമ്പനി അവകാശപ്പെടുന്നതെന്നറിയാമോ? ഇതിൻ്റെ ഡിസ്പ്ലേ പാനലാണ്. അതായത് ഡിസ്പ്ലേ പാനലായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് LG അല്ലെങ്കിൽ BOE, ഈ 2 കമ്പനികളുടെ പാനലുകൾ മാത്രമേ അവർ അവരുടെ ടി വിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി കൂടിയ പാനലുകളാണ് അവർ ടി വിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. LGയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യമാണ്. ഇതിനോടൊപ്പമുള്ള റിമോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ LGയുടെ മാജിക് റിമോട്ടൊക്കെ ആയിട്ട് സാമ്യമുണ്ട്, വെബ് വോയിസിൽ ഉപയോഗിക്കണം. അപ്പോൾ അത്തരത്തിലൊരു നല്ല റിമോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ആക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിയർ സൈഡ്. റിയർ സൈഡിൽ ഇവിടെയായിട്ട് നമുക്ക് 2 USB പോർട്ടുകളും അതുപോലെ പഴയ ദൂരദർശൻ്റെയൊക്കെ ആൻറ്റിന കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടുണ്ട്. ഇപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ 3 HDMI പോർട്ടുകളാണ്. അതിൽ ഒരെണ്ണം HDMI ARC ആണ്, ഓഡിയോ റിട്ടേൺ ചാനൽ സപ്പോർട്ടുള്ളത്. പിന്നെ നമുക്ക് ഓഡിയോ വീഡിയോ ഇൻ കൊടുക്കാനുള്ള ആ ഒരു പിന്നിൻ്റെ സോക്കറ്റുകൾ കാണാം. അതുപോലെ ലാൻ പോർട്ടും ഉണ്ട്, ഒപ്റ്റിക്കൽ പോർട്ടും ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ പുറകു സൈഡായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്പീക്കറുകളൊക്കെ ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു ബോക്സ് പോലെ ക്രമീകരിച്ചിട്ട് അതിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ടി വി നമ്മളിവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. മാക്സിമം ബേസ്ലെസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റേത്. നമുക്കിവിടെ കണ്ടാലറിയാം ആ ഒരു അരികളൊക്കെ പരമാവധി കമ്പനിയുടെ കുറച്ചിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഒട്ടും കുഴപ്പമൊന്നുമില്ലാത്തൊരു ബ്രൈറ്റ്നസ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 2-3 ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. സ്റ്റുഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയും വെളിച്ചത്തിൽ വെച്ചിട്ട് പോലും അതിന് നല്ലൊരു വ്യക്തതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഡിസ്പ്ലേ ആണ്. അത് ഈ പറഞ്ഞ പോലെ LGയുടെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇൻ്റർഫേസ് നിങ്ങൾക്ക് സുപരിചിതമാണ് അല്ലേ? ഗൂഗിളിൻ്റെ ആ ഒരു ഗൂഗിൾ TV എന്ന് പറയുന്ന ആ ഒരു OS ആണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇതുപോലെ ഷോർട്ട് കട്ട് കാണിച്ചിട്ടുണ്ടാവും. പിന്നെ താഴെയായിട്ട് കുറേ അതിൽ നിന്നുള്ള സജസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് വീഡിയോകൾ മിസ്സാവാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. പുതിയത് വരുമ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. മൂവീസ് എന്നുള്ളൊരു ടാബുണ്ട്. അതിൽ മൂവികൾ ഇതുപോലെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? അതായത് പല OTT പ്ലാറ്റ്ഫോമുകളിലെ സജഷനായി കൂടെ കാണിക്കുക. TV ഷോസ് എന്ന ടാബിൽ ഇതുപോലെ ടി വിയിലെ പ്രോഗ്രാമുകളായിരിക്കും നമുക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ഇനി അടുത്തത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ടാബുണ്ട്. ഇവിടെ നിരവധി ആപ്ലിക്കേഷനുകൾ കാണാം. സജസ്റ്റഡ് ആയിട്ടും അവർ ഫീച്ചർ ചെയ്തേക്കണൊക്കെ ആയിട്ടുള്ളത് നിരവധി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ആപ്ലിക്കേഷൻ ഒന്നും ഒരു പഞ്ഞമില്ല. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് എല്ലാം നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. കൊടി TV ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിതാ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് കിടക്കാം. അപ്പോൾ സെറ്റിങ്സിലൊക്കെ കടന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ നമുക്ക് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് റിയലായിട്ട് നോക്കാം.
അപ്പോൾ വിഷ്വലുകൾ ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയാണ് അല്ല, എടുത്ത് കാണുന്നുണ്ട് നല്ല രീതിയിലൊരു ക്വാളിറ്റി ഒരു കുറവെന്ന് തോന്നുന്നില്ലല്ലോ. അത് ആ ഒരു LG പാനലിൻ്റെയൊക്കെ തന്നെ ഗുണം തന്നെ ആയിരിക്കുള്ളൂ. എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് ഫുൾ HD TV ആണ്, ഇതൊരു 4K അല്ല. 4K TVകളും ഇതേ പ്രൈസിന്, അത് 25 രൂപയെ താഴെ തന്നെ വാറൻറ്റി അങ്ങോട്ടും വ്യത്യാസത്തോടെ ഇവർ പുറത്തിറക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ HD 3 വർഷം വാറൻറ്റിയോട് കൂടിയാണ് തരുന്നത്. കുറേ അധികം മോഡലുകളുണ്ട് ഇവർക്ക്. അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുക്കാം, വാട്സാപ്പ് നമ്പർ. ജസ്റ്റ് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏതൊക്കെ മോഡലാണ് ഉള്ളത് കറക്റ്റായിട്ടുള്ള പ്രൈസ് തരും. അതുപോലെ എവിടെ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ എടുത്ത് എവിടെയാണ് ഇത് കിട്ടുക എന്ന് കൂടി പറഞ്ഞു തരും. പല ഡീലർമാരുടെ അടുത്തായിരിക്കും അത് കിട്ടുക. അപ്പോൾ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ടും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഒരു പാട്ടിട്ടിട്ട് നോക്കാം. ഇതിൻ്റെ ഓഡിയോയിൽ നമുക്ക് നല്ലൊരു ബേസ് അനുഭവപ്പെടും. അതിൻ്റെ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു സ്പീക്കറുകൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിന് അകത്തായിട്ട് വെച്ചേക്കണോണ്ടാണ്. അത്യാവശ്യം നല്ലൊരു ശബ്ദം തന്നെയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് എന്തൊക്കെയാണ് സെറ്റിങ്സിലുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. എന്തായാലും ക്വാളിറ്റി സൂപ്പറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ സൗണ്ട് സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതവിടെ സൗണ്ട് സ്റ്റൈൽ എന്നതിൽ സ്റ്റാൻഡേർഡ്, വിവിഡ്, സ്പോർട്സ്, മൂവി, മ്യൂസിക് എന്നിങ്ങനെ കുറേ പ്രീസെറ്റുകൾ കാണാം. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് സൗണ്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് യൂസർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ യൂസർ നമുക്ക് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ബേസും ട്രെബിളും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കൂടാതെ സറൗണ്ട് സൗണ്ട് നമുക്ക് എനേബിൾ ചെയ്യാം. ഇതിൽ ഡോൾബി ഇല്ല. ഇനി ഇക്വലൈസർ ഡീറ്റെയിൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി അനുസരിച്ചിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൗണ്ട് ടോൺ ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ടും ഉണ്ട്. ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചിട്ട് ഇഷ്ടമുള്ളത് ഓപ്പൺ ആക്കാൻ പറയാം. ട്രബിൾ ബൂസ്റ്റഡ് സോങ്സ്, അധികം കേൾപ്പിച്ചാൽ കോപ്പി റൈറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും സൗണ്ടൊക്കെ അടിപൊളിയല്ലേ. ഗൂഗിളിൻ്റെ TV വെർഷൻ 11 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് 2023 മോഡൽ. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടത് സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജാണ് നമുക്കിതിൽ ലഭ്യമായിട്ടുള്ളത്. ആണോ 4.3 GB ഫ്രീ സ്പേസ് ഉണ്ട് ഇതിൽ. ബാക്കി കുറച്ച് ഒരു 8 GB ഒക്കെ ആയിരിക്കും ഉള്ളത്. പിന്നെ ആംബിയൻ മോഡ്, അതുപോലെ തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ മൊബൈലിൽ നിന്ന് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് വിഷ്വലുകൾ കാണാം. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകളാണ് നമുക്ക് ഈ ഒരു TV ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു TVയുടെ ഡിസ്പ്ലേ ക്വാളിറ്റി, അതുപോലെ ഓഡിയോ ക്വാളിറ്റി ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ 25,000 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത ഒരു TV തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാം. പിന്നെ എന്തായാലും കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഒരു സർവീസ് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലും കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഈ ഒരു TV, അതായത് ലിമോറിൻ്റെ മറ്റു TVകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തന്നെ പല ആളുകളും ഉപയോഗിക്കുന്നത്. ഈ അടുത്തിറങ്ങിയ ഒരു TV അല്ല, അത് കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് എന്തായാലും പല മോഡലുകൾ ഇങ്ങനെ എപ്പോഴും ഇറക്കിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിമോറിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവാം. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടണം. കാരണം ഇത് വാങ്ങുന്നവർക്ക് അത് ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ഒരു TVയെക്കുറിച്ച്, ഈ ഒരു പ്രൈസ്, ഈ ഒരു സ്പെക്ക് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു TV ഇഷ്ടപ്പെടുമോ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും വില കുറഞ്ഞ വാറൻറ്റി കൂടിയ ഒരു വലിയ സ്ക്രീനുള്ള TV വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതും ഗൂഗിൾ TV വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തന്നെ കരുതുന്നു. അപ്പോൾ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവരെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ അന്വേഷിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.